ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവരൊക്കെ ഈ രാജ്യത്തിൻ്റെ നന്മ എന്നുള്ളത് അവരൊരു പൊതുതത്വമാണ്. എല്ലാ മനുഷ്യരുടെയും ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ഒരു പൊതുതത്വമാണ്. ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, മതസൗഹാർദ്ദം നിലനിൽക്കണം, മനുഷ്യർ തമ്മിലുള്ളതായ ഈ ഐക്യപ്പെട നിലനിൽക്കണം എന്നത് ഇവിടെ ജീവിക്കുന്ന ഓരോ, അത് മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും എല്ലാവരും തത്വം അതാണ്. ആ നിലക്കുള്ള തത്വമാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയൽവാസിനോട് അവനിക്ക് കരുണ കാണിക്കുകയും അവൻ്റെ കാര്യത്തിൽ പ്രത്യേകമായും കൊണ്ട് ശ്രദ്ധ പതിപ്പിക്കണം എന്നൊക്കെ മഹാനാവുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വന്ന് പറയാറുണ്ടായിരുന്നു. അവനക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമെന്ന് വരെ ഞാൻ ധരിച്ചു പോയിരുന്നു. ഈ നബി വചനത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതെന്താ? നിന്റെ അയൽവാസി നിന്റെ വിശ്വാസക്കാരനാവട്ടെ, അതല്ല നിന്റെ എതിലുള്ള വിശ്വാസക്കാരനാവട്ടെ, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവനാവട്ടെ, അങ്ങനെയുള്ളൂ. ചിലർക്ക് വിശ്വാസം ഉണ്ടാവും, ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. ചിലർ നിന്റെ വിശ്വാസക്കാരായിരിക്കും, ചിലർ നിന്റെ വിശ്വാസക്കാരായിക്കൊള്ളുന്നില്ല, മറ്റു പല വിശ്വാസക്കാരായിരിക്കും. അവൻ നിന്റെ ശത്രു ആവട്ടെ, അതല്ലെങ്കിൽ നിന്റെ സുഹൃത്താവട്ടെ. നിന്റെ ശത്രു ആയാലും വേണ്ടില്ല, സുഹൃത്തായാലും വേണ്ടില്ല. ശത്രുവാണെങ്കിലും നീ അവനക്ക് ഗുണം ചെയ്യാതിരിക്കരുത്. അതാണ് ശത്രു ആവട്ടെ, നിന്റെ സുഹൃത്താവട്ടെ, അതല്ല അവൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ. നിന്റെ അയൽവാസി നിന്റെ നാട്ടുകാരനാവട്ടെ, അല്ല വിദേശിയാവട്ടെ. നമ്മളെ അയൽവാസി ചിലപ്പോൾ നമ്മളെ നാട്ടുകാരനായിക്കൊള്ളുന്നില്ല. വിദേശത്ത് ആരെയും വന്ന് താമസിച്ചവരും ആവാം നമ്മളെ അയൽവാസി, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നവരും ആവാം. അങ്ങനെയാവട്ടെ. അതല്ല അവൻ കുട്ടിയാവട്ടെ, വലിയവനാവട്ടെ, സ്ത്രീ ആവട്ടെ, പുരുഷനാവട്ടെ, ഏത് നിലക്കുള്ളവനാണെങ്കിലും നിന്റെ അയൽവാസിയാണോ? ആ അയൽവാസിനെ എത്ര വീടുകൾ വരെ പരിഗണിക്കാമെന്ന് വരെ വിശുദ്ധമാവുന്ന ദീൻ, അതിന് ഇസ്ലാം ദീൻ അതിനെന്താക്കി നിർവഹിച്ചു. ഓരോ ഭാഗത്തും 40 വീട് വരെ ഉള്ളത് നിന്റെ അയൽവാസിയാണെന്ന് പ്രഖ്യാപിച്ചു. ആ നിലക്ക് ഓരോ ഭാഗത്തും 40 വീട് വരെയുള്ള ആളുകൾ, ആ ഭാഗത്ത് 40, ഈ ഭാഗത്ത് 40, ഈ ഭാഗത്ത് 40, ഈ ഭാഗം, ഇതൊക്കെ നിന്റെ അയൽവാസി തന്നെയാണ്. ആ നിലക്ക് അയൽവാസികളെ പരിഗണിച്ചു കൊണ്ടിട്ട് അവൻ ഏത് സ്വഭാവക്കാരനാണെങ്കിലും അവനിലേക്ക് നീ എന്താക്കണം, ഗുണം ചെയ്യണം. അവൻ ഒരു പഴമൊഴിയുണ്ട് അറബി ഭാഷയിൽ, ഒരു ദാരിൽ ജാറ ഖബ്ലൽ ദാർ. ഒരു വീട് വാങ്ങുമ്പോൾ ആദ്യമായും കൊണ്ട് ആ വീടിൻ്റെ അയൽവാസി ആരാന്നാണ് നീ പഠിക്കേണ്ടത് എന്നാണ്. വീടിൻ്റെ അയൽവാസി ആരാണോ അതിലേക്ക് ഒത്തു പോകാൻ പറ്റുന്നവനാണോ, അല്ലേ അവനെ കൊണ്ട് വല്ല ഉപദ്രവം ഉണ്ടാവുമോ ഇല്ലേ, അവൻ ഏത് മതക്കാരനാണെന്നല്ല പഠിക്കണം എന്നല്ല പറഞ്ഞത്. അവൻ മുസ്ലിമാണോ, നീ മുസ്ലിമാണെങ്കിൽ മുസ്ലിമായ അയൽവാസിയാണ് നീ ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ അയൽവാസിനെ പറ്റി നീ പഠനം നടത്തണം. അവൻ നിനക്ക് ഒരു അയൽവാസി എന്നുള്ള നിലക്ക് അവനുമായി ഒത്തുപോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതുണ്ട്. അപ്പം അത്രമാത്രം അയൽവാസികളോട് എന്നല്ല, ഇവിടുത്തെ എല്ലാ മനുഷ്യരോടും അങ്ങനെയാണ്. പ്രയോഗങ്ങൾ തന്നെ അങ്ങനെയാണ്. ഇത് പരിശുദ്ധ ദീനിൻ്റെ പല പ്രയോഗങ്ങളും അങ്ങനെയാണ്. മനുഷ്യരോട് താ. അപ്പം അത് മനുഷ്യർ ഏത് വിശ്വാസക്കാരായാലും അവർക്ക് നമ്മളെ കൊണ്ട് ഒന്നും ഒരു അനർത്ഥം ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് വിശുദ്ധമാവുന്നതായ ഈ നിലപാടുകളും ഈ തത്വങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതോടൊപ്പം ഇസ്ലാമിൻ്റെ തനതായ വിശ്വാസം, ആ വിശ്വാസത്തിലും ഇതുപോലെ കൈകടത്തലുകളൊക്കെ നടത്തപ്പെട്ടിട്ടുണ്ട്, പലരും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു നിലക്കും അതിന് ശരിയായ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതായ ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ കൂടി ലഭിക്കപ്പെടുമ്പോഴാണ് അതിനെ സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ ആ മാർഗങ്ങൾ പരിശോധിച്ച് ആ ശരിയായ വഴിയിൽ കൂടി ലഭിക്കപ്പെട്ട വിശ്വാസങ്ങളാണെങ്കിൽ, ആചാരങ്ങളാണെങ്കിൽ, കർമ്മങ്ങളാണെങ്കിൽ അതിനെ സംരക്ഷിക്കപ്പെടണം. അതിനെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതിന് സംരക്ഷിക്കാൻ ആവശ്യമാവുന്ന സഹായങ്ങളും നമുക്ക് മറ്റൊരുന്നുണ്ടാവണം.